നടി ആക്രമിച്ച കേസിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ 6 പ്രതികളുടെ ശിക്ഷാവിധി ഇന്നാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം തടവ് നൽകണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രതികളുമായി വിയ്യൂർ ജയിലിൽ നിന്ന് പോലീസ് കോടതിയിലേക്ക് തിരിച്ചു. രാഗനും ബിനിലും ലിഷോയും ഒക്കെ നമുക്കൊപ്പം വിശദവിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗൻ, എപ്പോഴേക്ക് ഈ പ്രതികളുമായി വാഹനം അവിടെ കോടതിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്? 10:30 മണിയോടുകൂടി നടിയെ ആക്രമിച്ച കേസിലെ പ്രതികളുമായി പോലീസ് സംഘം ഇവിടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 11 മണിയോടുകൂടി തന്നെ കേസ് കോടതി പരിഗണിക്കും. ആദ്യഘട്ടത്തിൽ ഇവരുടെ ശിക്ഷയിന്മേലുള്ള വാദം നടക്കും. അതിൽ പ്രോസിക്യൂഷന് പറയാനുണ്ടാകും, അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിനും പറയാനുണ്ടാകും. അതിനുശേഷമായിരിക്കും കോടതി ഇതിന്റെ വിധി പ്രസ്താവത്തിലേക്ക് പോവുക. ഇപ്പോൾ നമ്മളോടൊപ്പം ബിനിൽ കൂടിയുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇന്ന് ഈ ദിവസം പോകുന്നത്. അതിൽ ഇവർക്ക് മാക്സിമം ലൈഫ് അടക്കമുള്ളത് കിട്ടുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം ഈ കേസിലെ 6 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവ് നൽകണമെന്നതാണ്. കാരണം IPC 376D ആ കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നിലവിലുള്ള നിയമപ്രകാരം ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്നത് 20 വർഷമാണ്. അതിൽ കുറഞ്ഞൊരു ശിക്ഷ ഈ പ്രതികൾക്ക് ഉണ്ടായിരിക്കില്ല. അതിന് മുകളിലേക്ക് എത്ര വരും എന്നത് മാത്രം നമ്മൾ ഇപ്പോൾ ചിന്തിച്ചാൽ മതി. അത് പരമാവധി ജീവപര്യന്തം തടവ് വരെ പോകാം. അവിടെ ജീവപര്യന്തത്തിന് വേണ്ടിയായിരിക്കും പ്രോസിക്യൂഷൻ വാദിക്കുക. കാരണം ഈ കേസിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ, ഈ നടിയോട് ഇവർ കാണിച്ച ക്രൂരത, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷയിലേക്ക് പോകാനായിട്ടായിരിക്കും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുക. പ്രത്യേകിച്ച് ഈ കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയും മറ്റ് ചില കൂട്ടുപ്രതികളുടെയും ആൻറ്റിസിഡൻസ്, അവരുടെ പൂർവ്വകാല ചരിത്രം, അത് പ്രധാനമായും തന്നെ പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ നൽകണമെന്ന ആവശ്യമായിരിക്കും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുക. നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും സാധ്യതയും ജീവപര്യന്തത്തിലേക്ക് പോകാനുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കോടതി മുമ്പാകെ ഈ പ്രതികൾക്കെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. 8 കുറ്റങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഓരോ കുറ്റങ്ങൾക്കുമുള്ള ശിക്ഷയായിരിക്കും കോടതി പ്രഖ്യാപിക്കുന്നതെങ്കിലും ഇതെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ IPC 376D പ്രകാരം പരമാവധി ജീവപര്യന്തം കഠിനതരം മാക്സിമത്തിലേക്കാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 120B എന്ന് പറയുമ്പോൾ എന്താണോ ആ കുറ്റകൃത്യത്തിൻ്റെ ഗൂഢാലോചനയാണ്. അപ്പോൾ ആ കുറ്റകൃത്യത്തിന് എന്താണോ പരമാവധി ശിക്ഷ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ, അതായിരിക്കും ഈ ഗൂഢാലോചന തെളിയുമ്പോൾ അതിനും വരിക. അപ്പോൾ ആ രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കോടതി ഇതിൽ ശക്തമായൊരു നിലപാടിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇതിൽ 8ാം പ്രതി ദിലീപിനെ വിട്ടയച്ചു എങ്കിൽ പോലും ഇതിലെ ഗൂഢാലോചന തെളിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1ാം പ്രതിയും 8ാം പ്രതിയും തമ്മിലുള്ള ഗൂഢാലോചനയാണ് കോടതി തെളിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ കേസിലെ മറ്റ് 6 പ്രതികളും തമ്മിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അതെപ്പോൾ നടന്ന ഗൂഢാലോചന എന്നത് ഈ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ മാത്രമാണ് നമുക്ക് വ്യക്തമാകുന്നത്. കൂടുതൽ സാങ്കേതികത്വത്തിലേക്ക് തന്നെ പോയാൽ, അതായത് ഇപ്പോൾ ഓരോ പ്രതികൾ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ, ഇതിൽ ഓരോന്നിലും കോടതി ശിക്ഷ പറയും പ്രത്യേകം. അതിൽ ഏറ്റവും മാക്സിമം ഏതാണോ ശിക്ഷ, ആ ശിക്ഷയായിരിക്കും പ്രതികൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് നമുക്ക് പറയാൻ കഴിയുക. അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി, മതിയാകും. അതോടൊപ്പം തന്നെ ഈ ജയിലിൽ കിടന്ന കാലയളവ് അതിൽ നിന്ന് കുറച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെയല്ലേ ഇതിൻ്റെ ഒരു ജയിലിൽ കിടന്ന കാലയളവ് കുറച്ച് കിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ കുറവ് വരാൻ പോകുന്നത് പൾസർ സുനിക്കാണ്. കാര്യം ഏതാണ്ട് 6-7 വർഷത്തോളം പൾസർ സുനി ജയിലിൽ കിടന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ റെമിഷൻ കൊടുക്കില്ല സർക്കാർ. അതായത് അവർക്ക് യാതൊരു വിധത്തിലുള്ള ശിക്ഷാ ഇളവും സർക്കാർ കൊടുക്കില്ല. അത് നിയമമായി തന്നെയുള്ളതാണ്. അതുകൊണ്ട് ഈ കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ജീവപര്യന്തത്തിനൊക്കെ പറയുന്ന പോലെ 14 വർഷം കഴിയുമ്പോൾ ഈ ഇളവിന് അപേക്ഷിച്ച് ഇളവ് കിട്ടിപ്പോരാം. അങ്ങനെ ഒരു സംഭവം ഈ കേസിൽ ഉണ്ടാവില്ല. ഇതിൽ ജീവപര്യന്തം കിട്ടിയാൽ ജീവപര്യന്തമായി തന്നെ ജീവിതാവസാനം വരെയുള്ള ജീവപര്യന്തമായി അത് മാറും കിട്ടിയാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ ക്രൂരകൃത്യങ്ങളിൽ സർക്കാർ ഒരു തരത്തിലുള്ള ഇളവും ശിക്ഷയിൽ നൽകാറില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ 8ാം പ്രതിയായിരുന്നു ദിലീപിനെ കോടതി വെറുതെ വിട്ടു. അതായത് ഈ ദിലീപ് കൊട്ടേഷൻ നൽകി എന്നതായിരുന്നു പ്രോസിക്യൂഷൻ ചെയ്തത്. അത് സ്റ്റാൻഡ് ചെയ്തില്ല. അപ്പോൾ പിന്നെ പൾസർ സുനിയും ഈ സംഘവും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു നടിയെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചത്, അതിൻ്റെ ഒരു മോട്ടീവ് എന്താണ് എന്നത് സംബന്ധിച്ചുള്ള കോടതിയുടെ ഒരു ബോധ്യം, അത് ഈ വിധി പ്രസ്താവത്തിൽ വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും. കാരണം ഈ വിധി പ്രസ്താവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ്. കാരണം എന്ത് ക്രിമിനൽ കുറ്റവും നടക്കുമ്പോൾ അതിനൊരു മോട്ടീവ് ഉണ്ടാകണം. ഇവിടെ കുറ്റം ചുമത്തപ്പെട്ടത് ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ഗൂഢാലോചന. ആ ഗൂഢാലോചനയ്ക്കുള്ള കാരണമെന്നത് ദിലീപിന് ഈ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വൈരാഗ്യം. ആ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി പൾസർ സുനിക്ക് കൊട്ടേഷൻ നൽകി ഇത് ചെയ്തു എന്നതായിരുന്നു പ്രോസിക്യൂഷൻ്റെ കേസ്. അതാണ് കോടതി തള്ളിക്കളഞ്ഞത്. ആ ഗൂഢാലോചന കോടതി തള്ളിക്കളയുന്നു.
പറയുന്നു. പക്ഷേ 1-ാം പ്രതി മുതൽ 6-ാം പ്രതി വരെയുള്ളവർ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി ഈ കൃത്യം നടത്തിയെന്ന് കോടതി പറയുകയും ചെയ്തു. അപ്പോൾ പൾസർ സുനി എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഈ കൃത്യം ചെയ്തു എന്നതാണ്. കാരണം പൾസർ സുനിക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിയോട് എന്തെങ്കിലും ഒരു പൂർവ്വ വൈരാഗ്യമുള്ളതായിട്ട് നമുക്കറിവില്ല. ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്നത് വ്യക്തമല്ല. പക്ഷേ ഇതിൻ്റെ ആദ്യത്തെ കുറ്റപത്രത്തിൽ, അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികളുള്ള ആദ്യത്തെ കുറ്റപത്രത്തിൽ ദിലീപ് സാക്ഷി പോലുമല്ല, പ്രതിയുമല്ല, ദിലീപിൻ്റെ ഭാഗത്തേക്കേ അന്വേഷണം പോയിട്ടില്ല. പക്ഷേ അന്ന് കൊടുത്ത കുറ്റപത്രത്തിൽ ഒരു മോട്ടീവ് പറയുന്നുണ്ട്. അത് പണം സമ്പാദനത്തിനാണ് എന്നതാണ് ആ കുറ്റപത്രത്തിലെ പറയുന്നത്. അതാണോ കോടതി അംഗീകരിച്ചിരിക്കുന്നത് എന്നതാണ് ഈ വിധി പ്രസ്താവം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ അത്തരം ചെയ്ത് പണം സമ്പാദിക്കുക എന്നതാണ് അന്നത്തെ മോട്ടീവായി പറയുന്നത്. അതാണോ കോടതി അംഗീകരിച്ചത് എന്നതാണ് ഈ വിധിന്യായം പുറത്തു വരും പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പ്രോസിക്യൂഷനെതിരെ എന്തൊക്കെ വിമർശനങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഒരു നടപടിക്രമങ്ങൾ വീഴ്ച വന്നിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതര പരാമർശങ്ങൾ പ്രോസിക്യൂഷനെതിരെ ദിലീപുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോടതി പറയുന്നുണ്ടോ. കോടതിയിൽ നിന്ന് പുറത്തു വന്ന് ദിലീപ് ഈ ഭാഗത്ത് നിന്നിട്ടാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ, അതായത് തെറ്റായ പ്രോസിക്യൂഷനെതിരെ താൻ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചത്. അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം ദിലീപ് നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദിലീപിനുള്ള വിശ്വാസം എന്നത് ഈ ഉത്തരവിൽ പ്രോസിക്യൂഷനെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്നതാണ് ദിലീപ് വിശ്വസിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ആ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മേൽക്കോടതിയെ സമീപിക്കാനായിരിക്കും ദിലീപ് ലക്ഷ്യമിടുക. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ പോകാനുള്ള സാധ്യതകൾ എന്താണ് എന്നതായിരിക്കും നോക്കുക. അപ്പീൽ പോകാനുള്ള സാധ്യതകളുണ്ട് എന്നത് പ്രോസിക്യൂഷൻ ഇപ്പോൾ തന്നെ മനസ്സിലാക്കുന്നു. കാരണം അവർ പറയുന്നത് ഇതിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകൾ തേടുകയായിരിക്കും ഇന്ന് പ്രോസിക്യൂഷൻ ചെയ്യുക. ഇന്ന് വിധി വരും. 6 പ്രതികളെ വിയ്യൂരിൽ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ യാത്രയിലാണ്.